അധികാര ദുർവിനിയോഗത്തിന്റെ ഉദ്യോഗസ്ഥ കാടത്തത്തിന്റെ വാർത്തയിലേക്കാണ്. മലമ്പുഴ ചെറാടിയിൽ കാട്ടിൽ തീയിട്ടെന്ന് ആരോപിച്ച ആദിവാസി യുവാവിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കെട്ടിയിട്ട് മർദ്ദിച്ചതായി പരാതി. ചെറാട് സ്വദേശി രാധയ്ക്കാണ് മർദ്ദനമേറ്റത്. ജില്ലാ പോലീസ് മേധാവിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകില്ലെന്ന് യുവാവ് പറയുന്നു. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി നീതിക്കായി കാത്തിരിക്കുകയാണ് ആദിവാസി യുവാവ്. ആദിവാസി മുതുകർ വിഭാഗത്തിൽപ്പെട്ട യുവാവിനെ കഴിഞ്ഞ 7-ാം തീയതിയാണ് കാട്ടിൽ തീവെച്ചു എന്നാരോപിച്ച് വനം വകുപ്പിലെ വാച്ചർമാർ ചേർന്ന് മർദ്ദിച്ചത്. ചെറാട് ഭാഗത്ത് ഗോപാലൻ എന്നയാളുടെ പറമ്പിൽ ജോലിക്ക് ചെന്നതായിരുന്നു ആദിവാസി യുവാവ് രാധ. 10ഓളം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി രാധയെ കാട്ടിലേക്ക് കൊണ്ടുപോയി കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് യുവാവ് പറഞ്ഞു. പ്രദേശത്തെ കുറുമ്പാച്ചി മലയിൽ നിന്നും പുക ഉയരുന്നത് കണ്ടെന്നും തീവെച്ചത് താനാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദിച്ചതെന്നും രാധ പറയുന്നു. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു തൊടീൻ്റെ അകത്തുനിന്ന്. തൊടീൻ്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാനപ്പോൾ അങ്ങോട്ട് കയറിയൊന്നും പോകില്ല. ഇങ്ങോട്ട് വാന്ന് വേണ്ടി കൈ പിടിച്ച് വലിച്ചുകൊണ്ടുപോയി കൈ പിങ്കെട്ടിയിട്ട് ഫസ്റ്റ് തല്ലിയായിരുന്നു. തല്ലിക്കഴിഞ്ഞ് കൈ പിങ്കെട്ടി മരത്തിൽ കെട്ടിയിട്ട് തല്ലായിരുന്നു. നമ്മൾ തീ എടുത്താലും പോലും ഞാൻ അത്യാവശ്യം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവർ വൈരാഗ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നെ പിടിച്ച് തല്ലണത്. പണിയില്ലാത്ത സമയത്ത് കാട്ടിൽ തേനെടുക്കാൻ പോകാറുണ്ടെന്നും താൻ തീ വയ്ക്കാറില്ലെന്നും രാധ പറഞ്ഞു. സംഭവത്തിൽ മലമ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്ന് പൊതുപ്രവർത്തകൻ വിളയോട് വേണുഗോപാൽ പറഞ്ഞു. ഒരു ആദിവാസി യുവാവായിട്ടുള്ള രാധയെ കാട്ടിൽ തീ പുകയുന്നു, രാധയാണ് തീ വെച്ചതെന്ന് പണിസ്ഥലത്തുനിന്ന് ഫോറസ്റ്റ് വാച്ചർമാർ പിടിച്ചുകൊണ്ടുപോയി മരത്തിൽ കെട്ടിയിട്ട് ക്രൂരമായി അവശനാകുന്നവരെ കയറിൽ കെട്ടിയിരുന്ന താഴത്ത് വീഴുന്നോളം ക്രൂരമായി ആക്രമിച്ചു. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് ഇഴഞ്ഞു വന്ന് താമസിക്കുന്ന ഷെഡിലും വന്ന് രാത്രി 9 മണിക്ക് ആക്രമിക്കുകയുണ്ടായി. ഫോറസ്റ്റുകാരെ രക്ഷിക്കുവാൻ വേണ്ടി പോലീസുകാർ ഒത്തുകളിക്കുന്നു. ഇത് അനീതിയാണ്. ആദിവാസികൾക്ക് നീതി ലഭിക്കണം. കുറ്റക്കാരായ വനം വകുപ്പ് ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇവർ വ്യക്തമാക്കി. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.